കുളങ്ങാട്ടുകുഴി മാലിപ്പാറ റോഡിൽ കാട്ടാന എത്തി. ആന മണിക്കൂറുകളോളം പ്രദേശത്ത് നിലയുറപ്പിച്ചതോടെ നാട്ടുകാർ ഭീതിയിലായി. വനപാലകരും പോലീസും എത്തി മണിക്കൂറുകളോളം നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ആനയെ തുരത്തിയത്. കോട്ടപ്പടി, പിണ്ടിമന പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ദിവസങ്ങളായി സഞ്ചരിച്ചിരുന്ന പിടിയാന ബുധനാഴ്ച മാലിപ്പാറയിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി. കുളങ്ങാട്ടുകുഴി മാലിപ്പാറ റോഡിൽ ആലാമ്പാറ പാറമടയ്ക്ക് സമീപം എത്തിയ കാട്ടാന മണിക്കൂറുകളോളം പ്രദേശത്ത് നിലയുറപ്പിച്ചതോടെ നാട്ടുകാർ ആശങ്കയിലായി. രാവിലെ മുതൽ ആൾതാമസമില്ലാത്ത ഈട്ടിക്കാട്ടിലെ പുരയിടത്തിൽ തമ്പടിച്ചിരുന്ന ആന വൈകിട്ട് 4:15 മാലിപ്പാറ പള്ളിക്ക് സമീപമുള്ള കുരിശിന് സമീപത്തെത്തി. ഈ സമയത്ത് സ്കൂൾ വിട്ട് കുട്ടികളുമായി ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്തിരുന്ന രക്ഷിതാക്കളും പ്രദേശവാസികളും ആനയെ കണ്ട് പരിഭ്രാന്തരായി. റോഡിന് നടുവിൽ കപ്പ തിന്നുകൊണ്ട് നിന്ന ആനയുടെ മുന്നിലേക്കാണ് 2 സ്കൂൾ ബസ്സുകൾ എത്തിയത്. നാട്ടുകാർ സമയോചിതമായി ബസ്സുകൾ മടക്കിവിട്ടതിനാൽ വലിയ അപകടം ഒഴിവായി. ഇരുചക്രവാഹനങ്ങളിലെത്തിയ ചിലർ സമീപത്തെ വീടുകളുടെ മുറ്റത്തേക്ക് വാഹനങ്ങൾ കയറ്റി രക്ഷപ്പെടുകയും ചെയ്തു. ഇതിനിടെ ആന റോഡരികിലെ ഒരു വീട്ടിൽ മതിൽ വരെ എത്തിയെങ്കിലും നാട്ടുകാർ ബഹളം വച്ചതോടെ സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് മാറി. വിവരം ലഭിച്ചതിനെ തുടർന്ന് മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകരും കോടനാട് റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങളും പോലീസും സ്ഥലത്തെത്തി. ആനയെ കാണാനും ചിത്രങ്ങൾ പകർത്താനുമായി നിരവധി പേർ സ്ഥലത്ത് തമ്പടിച്ചതോടെ ദൗത്യം സങ്കീർണമായി. തുടർന്ന് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രദേശത്തെ റോഡുകൾ അടച്ചിടുകയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. വൈകിട്ട് 6:15 പ്രദേശത്തുള്ളവരെ ഒഴിപ്പിച്ച ശേഷം ആനയെ വനത്തിലേക്ക് തിരിച്ചയക്കാനുള്ള ദൗത്യം ആരംഭിച്ചു. രാത്രി 7 മണിയോടെ റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് ആനയെ ഭയപ്പെടുത്തി റോഡ് മാർഗം ഏകദേശം 2.5 കിലോമീറ്റർ ദൂരത്തേക്ക് നീക്കി. തുടർന്ന് രാത്രി 7:45 ആനയെ വാവേലി വനമേഖലയിലേക്ക് വിജയകരമായി കയറ്റിവിട്ടു. മേക്കപ്പാല ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ബിബീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ദൗത്യം. വനപാലകരുടെയും പോലീസിന്റെയും ഏകോപിത ഇടപെടലാണ് പ്രദേശത്ത് വലിയ ദുരന്തം ഒഴിവാക്കാൻ സഹായകമായത്. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.